എന്നാ അഖിലയുടെ വരൻ ആകാശിന്റെ അച്ഛൻ സഹദേവനായതുകൊണ്ട് ഉടമ്പടി പത്രം മറ്റൊരാൾ വായിക്കുന്നതായിരിക്കും നല്ലത്. കലാവതി ആ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഉടമ്പടി പത്രം വായിക്കാൻ പറ്റിയ ആള് പഞ്ചരത്നങ്ങളുടെ കൃഷ്ണേട്ടനാണ്. ആ അല്ല, എവിടെ നിങ്ങളുടെ കൃഷ്ണേട്ടൻ? പറഞ്ഞതുപോലെ ആ കള്ളകൃഷ്ണൻ എവിടെ പോയി? കുറച്ചു മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കൃഷ്ണേട്ടനെ കാണുന്നില്ലല്ലോ. കൃഷ്ണേട്ടൻ ഇല്ലെങ്കിൽ വേണ്ട, മുഹൂർത്തം തെറ്റിക്കണ്ട. ഉടമ്പടി പത്രം സഹദേവ മാമൻ വായിച്ചാ മതി. അത് കൃഷ്ണൻ വായിക്കുന്നതാണ് ഉചിതം. കൃഷ്ണേട്ടൻ നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇനിയിപ്പോ അങ്ങനെ പോയതാണോന്നൊരു സംശയം. ഏയ്, അങ്ങനെ നിങ്ങളോടൊക്കെ പറയാതെ കൃഷ്ണൻ പോവോ? ഞാൻ വന്നപ്പോ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അഭിമന്യുവിനെ പേടിച്ചാണ് കൃഷ്ണൻ വരാത്തത്. അയാളും എന്നെ പോലെ ആൾമാറാട്ടക്കാരനാണെന്ന കാര്യം ഇവർക്കറിയില്ലല്ലോ. ഇനിയിപ്പൊ കൃഷ്ണനെ തിരക്കുന്ന നേരം കളയണ്ട. രാഹുകാലത്തിന് മുൻപ് ചടങ്ങ് നടത്തണം. വിവാഹ ഉടമ്പടി പത്രം സഹദേവൻ തന്നെ വായിക്കട്ടെ. അതെ, മാമൻ തന്നെ വായിച്ചാ മതി. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട് കുംഭമാസം 4-ാം തീയതി നടത്തിയ വിവാഹ നിശ്ചയ തീരുമാനപ്രകാരമുണ്ടാക്കിയ വിവാഹ ഉടമ്പടി പത്രം. അകത്തുപോയി അവിടുത്തെ സിറ്റുവേഷൻ നോക്ക്, ഞാൻ വരാം. സർ, അവരകത്തേക്ക് പോയ സ്ഥിതിക്ക് നിങ്ങൾ പുറത്ത് സെർച്ച് ചെയ്യണം. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? സർ. തീരെ നിശ്ചയിച്ച കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മോതിരം മരച്ചരങ്ങളിലേക്ക് കടക്കാം. ആദ്യം അമൃതയുടെ അഭിമന്യുവിന്റെയും മോതിരം മാറ്റാവാം. ഒരു നിമിഷം. കർത്താവേ, പോലീസ്! തൽക്കാലത്തേക്ക് ഈ ചടങ്ങൊന്ന് നിർത്തിവെക്കണം.
നിങ്ങളെല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു മംഗളകർമ്മം നടക്കണമെന്നറിയാം. അതിന് തടസ്സം ഉണ്ടാക്കാനല്ല ഞങ്ങൾ വന്നത്. എന്റെ മക്കളുടെ വിവാഹ നിശ്ചയമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കാരണവും ഇല്ലാതെ അതിപ്പോ തന്നെ നിങ്ങൾ തടസ്സപ്പെടുത്തി കഴിഞ്ഞു. കാരണമുണ്ട് മാഡം. കൃത്യമായ കാരണമില്ലാതെ ഞങ്ങൾ പോലീസുകാർ ഒരാളുടെയും സ്വകാര്യ നിമിഷങ്ങളെ അലങ്കോലപ്പെടുത്താറില്ല. സാറേ, ആ കാരണമാണ് ഞങ്ങൾക്കറിയേണ്ടത്. ചന്ദ്രസേനൻ എന്ന ഒരാളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അയാളുടെ സഹോദരി ഈ ഇരിക്കുന്ന ശ്യാമള പോലീസൊരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി പോലീസ് അന്വേഷിച്ചു. അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. അല്ല, ഈ പോലീസ് എന്താണ് ഇത്രയും കണ്ടെത്തിയത്? ചന്ദ്രസേന ജീവഹാനി സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ വീട് പരിശോധിക്കാനാണ് ഞങ്ങൾ വന്നത്. ഈ വീട്ടിൽ താമസിക്കുന്നത് ചന്ദ്രസേനന്റെ മക്കളാണ്. അവരൊരിക്കലും ചന്ദ്രസേനെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെളിവുകളൊന്നും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാനും പോകുന്നില്ല. അത് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ മാഡം. കാണാതായ ചന്ദ്രസേനും അയാളുടെ മക്കളും തമ്മിൽ അകൽച്ചയിലായിരുന്നുവെന്ന് സഹോദരി ശ്യാമള പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഞാനങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം മക്കളച്ഛനെ കൊന്നൊന്നുമല്ല. എന്തായാലും ഈ വീട്ടിലെ ചടങ്ങുകൾ കഴിയുന്നവരെ പോലീസിന്റെ ഒരു നടപടിയും അനുവദിക്കുന്നതല്ല. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. നിങ്ങൾ എതിർത്താൽ ഞങ്ങൾക്ക് കൂടുതൽ ഫോഴ്സിനെ വിളിച്ചു വരുത്തേണ്ടി വരും. ബലപ്രയോഗത്തിലൂടെ തന്നെ ഈ വീട്ടിൽ റെയ്ഡ് നടത്തേണ്ടി വരും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. സർ, ചടങ്ങുകൾ തടസ്സപ്പെടുത്തരുത്. ചടങ്ങുകൾ കഴിഞ്ഞിട്ട് ഇവരെ സാറ് പറയുന്ന എവിടെയാണെങ്കിലും എത്തിക്കാം. അവിടെ വെച്ച് ചോദ്യം ചെയ്യലും ആവാം. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യണം. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാലോ. എല്ലാവരും എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതെ, ചില അജണ്ടകളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ. ദാ ഇവർക്ക് വേണ്ടി എൻ്റെ അമൃതയുടെയും എൻഗേജ്മെന്റ് മുടക്കലല്ലേ നിങ്ങളുടെ ഉദ്ദേശം? മിസ്റ്റർ, നിങ്ങൾ പോലീസിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യരുത്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അജണ്ടയും ഇല്ല. ഞങ്ങൾ കേസ് അന്വേഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദയവായി എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാം സർ. ഞങ്ങള് ചടങ്ങ് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണ്. വാ മാമ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. ഇവര് എന്താന്ന് വെച്ചാൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കട്ടെ. Come on, search. സർ,
ഇങ്ങ് വന്നേ. എന്ത്? ദേ ഇങ്ങോട്ട് നോക്കി. ഇത് തന്നെ സ്ഥലം. ഇനിയൊന്നും നോക്കാനില്ല, ഇവിടെ തന്നെ കുഴിക്കാം. ഞാൻ പോയി വണ്ടിയിൽ നിന്ന് ടൂൾ എടുത്തു. ശരി. പഞ്ചരത്നത്തിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് ചെന്ന ധൈര്യമായിട്ടൊന്ന് കുഴിച്ചു നോക്കൂ സാറേ. നിങ്ങൾക്ക് വേണ്ട തെളിവുകൾ അവിടുന്ന് കിട്ടും. എടോ, താൻ ഞങ്ങൾ പോലീസുകാരെ പണിയെടുപ്പിക്കാൻ നിൽക്കണ്ട. എന്ത് തെളിവുകളാ കുഴിച്ചിട്ടിരിക്കുന്നത് അത് പറ. എവിഡൻസ് സ്ട്രോങ് അല്ലെങ്കിലേ കലാവതിയുടെ പ്ലാനിങ് ഒന്നും നടക്കില്ല. എൻഗേജ്മെന്റ് നടന്നൊന്നും വരും. എവിഡൻസ് നല്ല സ്ട്രോങ്ങാ സാറേ. ചന്ദ്രസേനന്റെ അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള രക്തം പുരട്ടിയ അയാളുടെ തന്നെ വസ്ത്രങ്ങളും രക്തം പുരണ്ട കത്തിയുമാണ് പഞ്ചരത്നത്തിൽ ഞാൻ ഈ പറഞ്ഞ മരത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടിട്ടുള്ളത്. അമൃതയെ പ്രതിയാക്കാൻ തൽക്കാലം അത് പോരെ. മതി. DNA ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ചന്ദ്രസേന്റെ അല്ല എന്ന് തിരിച്ചറിയുന്നതുവരെ അവളെ പ്രതിസ്ഥാനം നിർത്താൻ അത് മതി. ആ റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് കലാവതി മേഡം ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒക്കെ നടക്കും. മഹേന്ദ്രനുമായുള്ള അവളുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ അവൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. സത്യം പറ മഞ്ചാടി, കലാവതിക്ക് വേണ്ടി ചന്ദ്രസേനെ തട്ടിയത് താൻ തന്നെയല്ലേ? ഛേ, ഞാനാ? ഒന്ന് പോ സാറേ. അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഒക്കെ എത്തിയേനെ. സാരമില്ലടോ, ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും തുടങ്ങുന്നത്. ഇതല്ലേ CSR പറഞ്ഞ സാധനം? അതെ അതെ, ഇനിയുണ്ട് ഐറ്റങ്ങള്. കുഴിക്ക്. ഇതിന്റെയൊക്കെ വീഡിയോ എടുക്കുന്നത് CSR പ്രത്യേകം പറഞ്ഞതാ. നീ വീഡിയോ എടുക്ക്. പഞ്ചരക്തങ്ങളെ കൊടുക്കാൻ കലാവതി മുൻകൂട്ടി പ്ലാൻ ചെയ്ത പദ്ധതിയാണിത്. ഇതെങ്ങനെയും പൊളിച്ചേ പറ്റൂ. സർ, എന്തായി? ഈ വീട് മുഴുവൻ ഞങ്ങൾ അരിച്ചു പറക്കി സർ. പ്രത്യേകിച്ച് ഒരു തുമ്പും കിട്ടിയില്ല. നിങ്ങൾ എല്ലായിടവും ശരിക്കും നോക്കിയോ? നോക്കി സർ. ഈ വീട്ടിലെ ഫംഗ്ഷൻ മുടക്കിയതിനും ഞങ്ങളുടെയൊക്കെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തിയതിനും നിങ്ങൾ സമാധാനം പറയേണ്ടി വരും സർ. നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പഞ്ചരത്നത്തിൽ നിന്ന്
നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്റെ മക്കളെ നിരപരാധികളാ. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വളരെ കറക്റ്റ് ആയിരുന്നു സാർ. ആ ഇൻഫോർമർ പറഞ്ഞ അതേ സ്ഥലത്ത് നിന്ന് തന്നെയാ ഈ രക്തം പുരണ്ട വസ്ത്രവും കത്തിയും കിട്ടിയത്. കൊല്ലപ്പെടുന്ന സമയത്ത് ചന്ദ്രസേന്റെ വസ്ത്രങ്ങളും അയാളെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധവുമാണിത്. എന്റെ ചന്ദ്രൻ മരിച്ചെന്നോ? നിങ്ങൾ എന്ത് അസംബന്ധമാണ് സാറി പറയുന്നത്? ചന്ദ്രനെ ആര് കൊല്ലാനാ? ചന്ദ്രസേനെ കൊല്ലാൻ ഗൂഢാലോചന നടന്നത് ഈ പഞ്ചരത്നത്തിൽ വെച്ച് തന്നെയാണ്. ചന്ദ്രസേനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയത് മറ്റാരുമല്ല, ചന്ദ്രസേന്റെ മൂത്ത മകൾ അമൃതയാ. ചമച്ച് ഓരോ കഥയായിട്ട് വന്നാ അതെല്ലാരും വിശ്വസിക്കുന്നാണോ കരുതിയേ? CI സാറിനോട് തർക്കുത്തരം പറയുന്നോടി. നീ ഇപ്പൊ സ്വന്തം തന്തയെ കൊന്ന കേസിലെ പ്രതിയാ. നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട, കേട്ടല്ലോ? ഇതൊന്നും എല്ലാവരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയെ മാത്രം വിശ്വസിപ്പിച്ചാൽ മതി. അതിനുള്ള തെളിവുകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എല്ലാം ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ തെളിയിക്കേണ്ട കാര്യങ്ങളാ. ഇത് ചന്ദ്രസേനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും കൊല്ലപ്പെടുമ്പോ അയാൾ ധരിച്ച വസ്ത്രവുമാണിത്. ചന്ദ്രസേനെ കൊലപ്പെടുത്തിയ കേസിൽ പഞ്ചരത്നത്തിലെ അമൃത 2ാം പ്രതിയാണ്. എന്റെ അമൃതമോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല സർ. അവള് നിരപരാധിയാണ്. എന്റെ സഹോദരനായ ചന്ദ്രേട്ടനെ കാണാനില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി തന്നത് ഞാനാണല്ലോ. ഞാൻ ആ പരാതി പിൻവലിക്കുന്നു. നിങ്ങൾ പരാതി പിൻവലിച്ചാലും ഇല്ലെങ്കിലും ഈ കേസ് നിലനിൽക്കും. അതെങ്ങനെ ശരിയാകും? പരാതിയില്ലെങ്കിൽ കേസുണ്ടോ? കൃത്യം നടത്താൻ ഉപയോഗിച്ച് തൊണ്ടിമുതൽ കണ്ടെടുക്കുകയും ഒരു ക്രൈം നടന്നതായി പോലീസിനെ ബോധ്യപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് പ്രത്യേകിച്ച് പരാതി ഇല്ലെങ്കിലും കേസ് നിലനിൽക്കും. വാദി സ്റ്റേറ്റാണ്, പ്രതിസ്ഥാനം നിൽക്കുന്നത് ഈ അമൃതയും. എന്റെ അമൃതമോളെ കൊടുക്കാൻ വേണ്ടി ശ്യാമള മനഃപൂർവ്വം കൊടുത്ത കേസായത്.
ഇതൊരു കെട്ടിച്ചമച്ച കള്ളക്കേസാണെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും. കേസിൽ അമൃത 2ാം പ്രതിയാണെന്നല്ലേ സാറ് പറഞ്ഞത്? അപ്പൊ 1ാം പ്രതി ഞാനായിരിക്കും അല്ലേ? അമൃത ചന്ദ്രസേനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ കൊലപാതകം നടത്തിയത് മറ്റൊരു ക്രിമിനലാ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.